വണ്ടി എടുത്തിട്ട് പണിയാൻ പൈസ ഇല്ലെങ്കിൽ ഇതേപോലെ കയറ്റി വെക്കണമെന്നാണ് എനിക്ക് കേവലമാണ് വണ്ടി മെയിൻ്റെനൻസിൽ ബഡ്ജറ്റ് ഇഷ്യൂ അല്ലെങ്കിൽ നിങ്ങളൊരു വീഡിയോ കാണേണ്ടില്ല. ലെസിൻ്റെ അന്ന് പോയിട്ട് പൈസ എത്തിയാൽ നിന്ന് കഴിഞ്ഞാൽ വണ്ടി നമുക്ക് കയറ്റി വെക്കാൻ അല്ലാതെ വേറെ ഒരു കാറ്റഗറി ആയിട്ട് മാറ്റും. ഒന്ന് പീരിയോഡിക് മെയിൻ്റെനൻസ്. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതിൽ ഗൂഗിൾ പേയോ ഫോൺ പേയോ ഉള്ള അക്കൗണ്ട് വരുന്നില്ല. ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരു ബൈക്ക് എടുക്കുക എന്നുള്ളത് നിങ്ങളെല്ലാവരുടെയും ഡ്രീം ആയിരിക്കും. ബൈക്ക് എടുക്കുന്നതൊക്കെ കുറച്ച് എളുപ്പമാണെങ്കിലും അതേ കണക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കാൻ വേണ്ടി കുറച്ച് പാടാണ്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിന് തന്നെ പറയാം, നിങ്ങളൊക്കെ ഞാൻ ഫൈനാൻഷ്യലി സ്റ്റേബിളാണ്, വണ്ടി മെയിൻ്റെനൻസിൽ ബഡ്ജറ്റ് ഇഷ്യൂ അല്ലെങ്കിൽ നിങ്ങളൊരു വീഡിയോ കാണേണ്ടില്ല, സ്കിപ്പ് ചെയ്യണം. പിന്നെ ഈ ഒരു വീഡിയോ ചിലപ്പോൾ എൻ്റെ വീഡിയോ ചെറിയൊരു വര കാണും. വല്ല പട്ടി എൻ്റെ ലെൻസും സ്ക്രാച്ച് ആക്കി കളഞ്ഞു. ഞാനിത് മര്യാദയ്ക്ക് അവിടെ മാറ്റി ദൂരെ വെച്ചേക്കായിരുന്നു. പക്ഷേ ഇതിലൊരു കമ്പുണ്ട്. അപ്പോൾ ആ ഒരു കമ്പുള്ളതുകൊണ്ട് ഇത് കളിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് നടന്ന് എൻ്റെ കറക്റ്റ് ഈ ഒരു ഫ്രണ്ടിൽ ടെൻഷനെ സ്ക്രാച്ച് ആക്കി. വീഡിയോനത് അഫക്റ്റ് ഒന്നും ചെയ്യില്ലെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അഴിച്ചു വിട്ടില്ലെങ്കിൽ കുറച്ച് ബേളമായിരിക്കും ഇവിടെ ഇരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വണ്ടി എടുത്ത സമയത്ത് ഫേസ് ചെയ്ത കുറച്ച് ഇഷ്യൂസും അല്ലെങ്കിൽ നിങ്ങൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഫേസ് ചെയ്യാൻ പോകുന്ന കുറച്ച് ഇഷ്യൂസുമാണ്. വണ്ടി എടുത്ത് കഴിഞ്ഞാൽ മിക്കുള്ളവരും പറയുന്നത് വണ്ടി എടുത്തിട്ട് പണിയാൻ പൈസ ഇല്ലെങ്കിൽ ഇതേപോലെ കയറ്റി വെക്കണമെന്നാണ്. എനിക്കും EMI ഇട്ടൊന്നും എടുക്കാതിരിക്കുക. EMIൻ്റെ കാര്യമൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഞാൻ ഇത് ഒരുപാട് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും പറയുന്നതിൻ്റെ കാര്യം വെച്ചാൽ ഒരുപാട് പേർക്ക് പണി കിട്ടിയിട്ടുള്ളതാണ്. EMI എന്ന് പറഞ്ഞ സ്കീമിൽ നിങ്ങളൊരു 10,000 രൂപ അടച്ചാൽ വണ്ടി എടുക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒരു 10,000 രൂപയും പിന്നെ മാസത്തുള്ള EMI നിങ്ങൾ അടയ്ക്കണം. അതുപോലെ വണ്ടിയുടെ മെയിൻ്റനൻസ് നിങ്ങൾ അടയ്ക്കണം. അതുകൊണ്ട് നിങ്ങളെ കയ്യിൽ അത് ഒരിക്കലും നിൽക്കാൻ പോകുന്നില്ല. പൈസ ഇല്ലാത്തതുകൊണ്ടാണല്ലോ എന്തായാലും EMI എന്നൊരു ഓപ്ഷനിലോട്ട് നിങ്ങൾ പോകുന്നത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, നമുക്ക് വണ്ടിയുടെ മെയിൻ്റനൻസിൻ്റെ കാര്യത്തിലോട്ടൊക്കെ പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫേസ് ചെയ്തൊരു പണി ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ ഒരു വണ്ടി വീട്ടിൽ നിന്ന് വലിയ സപ്പോർട്ടൊന്നും ഇല്ലാതെ എൻ്റെ പൈസയ്ക്ക് തന്നെയാണ് എടുത്തത്. അപ്പോൾ അത് ഞാൻ സ്വന്തമായിട്ട് എടുത്തുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ബൈക്കും ഒരു ഹെൽമെറ്റും എടുത്തപ്പോൾ തന്നെ എൻ്റെ നിന്ന കയ്യിൽ നിന്ന് മൊത്തം പൈസയും തീർന്നായിരുന്നു. അപ്പോൾ അതിനുശേഷം വണ്ടിയിൽ ഒരു ചെറിയ പണി പോയിട്ട് പെട്രോൾ അടിക്കേണ്ട പൈസ പോലും എൻ്റെ ഇല്ലായിരുന്നു. അപ്പോൾ കുറച്ചാൾ ഞാൻ കയറ്റി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വണ്ടിയൊക്കെ എടുക്കുന്നതിന് ആദ്യം ഒരു കാര്യം നോക്കണം. വണ്ടി ചിലപ്പോൾ ഇറക്കാൻ വേണ്ടി നമ്മൾ കടമൊക്കെ വാങ്ങിച്ച ഫണ്ട് സെറ്റ് ഇറക്കാൻ പറ്റും. ആ ഒരു വണ്ടിയുടെ മെയിൻ്റനൻസ് നിങ്ങളെ കയ്യിൽ നിൽക്കുന്നുണ്ടോ നോക്കണം. ആദ്യം തന്നെ പറയാം, ഒരു 200cc വണ്ടി നിങ്ങൾക്ക് ഓടിക്കണം നിർബന്ധമുണ്ട്. നിങ്ങളെ ഫണ്ടൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നും നോക്കാതെ പോകാൻ പറ്റിയ 3 വണ്ടികളാണ് NS200, AS200, അതേപോലെ തന്നെ RS200. അതിൽ വേറെ ഒരു ഒബ്ജക്ഷനും ഇല്ല. ചിലവർ ബജാജിൻ്റെ വണ്ടി ചവർ എന്നൊക്കെ പറയും. ബട്ട് പ്രൈസ് ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റിലെ കുറവ് ഈ ഒരു വണ്ടിയുടെ അടുത്ത് പിടിക്കാൻ വേണ്ടി വേറൊരു വണ്ടിയില്ല. ഞാൻ ഒരുപാട് കൂട്ടുകാരുടെ വണ്ടിയൊക്കെ ശരിയാക്കാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ബജാജിൻ്റെ വണ്ടികൾക്ക് നല്ല രീതിക്ക് മെയിൻ്റനൻസ് കോസ്റ്റ് കുറവാണ്. എക്സാമ്പിൾ ഈ ഒരു ബ്ലാക്ക് പേഡിനൊക്കെ 250 ഉള്ളൂ. ഇതിൻ്റെ കോൺഫെറ്റിന് 450 രൂപ മാത്രമേ ഉള്ളൂ. ഇതൊരു 200cc വണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് 150cc വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്ന റേറ്റിന് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. കാരണം പെട്രോളിന് ഇതിന് കുറച്ച് കൂടുതൽ അടിക്കണമെങ്കിലും അത് നിങ്ങൾ വളരെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. കാരണം മെയിൻ്റനൻസ് കോസ്റ്റ് നല്ല രീതിക്ക് കുറവാണ്. ഇപ്പോൾ 400cc നോക്കുകയാണെങ്കിലും ഡൊമിനോർ എടുത്ത് എനിക്ക് പെട്രോൾ അടിക്കുന്ന ഫണ്ട് മാത്രമല്ല, സർവീസ് കോസ്റ്റൊക്കെ നല്ല രീതിക്ക് കുറവാണ്. അതേപോലെ തന്നെ മെയിൻ്റെനൻസ് ചെയ്യേണ്ട പാർട്സിൻ്റെ അല്ലാത്ത മിററിനൊക്കെ റേറ്റ് ആണെങ്കിലും അല്ലാത്ത രീതിയിലുള്ള കുറച്ചൊക്കെ നല്ല രീതിക്ക് കുറവാണ്. എനിക്ക് നോയ്സ് ഉണ്ടല്ലേ, നമ്മൾ വീഡിയോ എടുക്കേണ്ട സ്ഥലം മാറ്റേണ്ടിയിരിക്കുന്നു. അപ്പോൾ ചെലവന്മാരൊക്കെ പറയും വണ്ടിയിൽ എന്തെങ്കിലുമൊക്കെ പണിയുണ്ടെങ്കിൽ അത് പണിതിട്ട് മാത്രം ഇറക്കുക, അല്ലാത്ത സമയത്ത് കയറ്റി വെക്കണമെന്ന്. പക്ഷേ അത് ഞാൻ അത്ര അതിനോട് യോജിപ്പില്ല. കാരണം നമുക്കിപ്പോൾ ഒരു 1-2 വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒരു വണ്ടി കരിച്ചിട്ട് മറ്റേ ഓടാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട വണ്ടി എടുത്തിട്ട് കയറ്റി വെക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ എടുത്ത് ഓടിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലവന്മാരൊക്കെ തന്നെ ഈ ഡ്രീം ബൈക്ക് എന്ന് പറഞ്ഞാൽ അതിലൊക്കെ ബൈക്ക് എടുത്തതിന് ശേഷം കയറ്റി വെച്ചിട്ട് ഷോ കാണിക്കാൻ വേണ്ടി മാത്രം ഇറക്കും. അല്ലാത്ത സമയത്ത് സ്കൂട്ടറിലായിരിക്കും പോകുന്നത്. സത്യം പറഞ്ഞാൽ അതൊന്നും ഒരു ഡ്രീമിൻ്റെ കംപ്ലീഷൻ അല്ല. ചെയ്യുന്നില്ല, നിങ്ങളെ ഡ്രീമൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നില്ല, ജസ്റ്റ് നാട്ടിൽ കുറച്ച് ഷോ കാണിക്കാം. അപ്പം അങ്ങനെ എടുക്കരുത്. അപ്പോൾ ഞാൻ ഒരു വണ്ടി എടുക്കുന്നതിന് അതെനിക്ക് ഓടിക്കാൻ പറ്റണം, മെയിൻ്റെയിൻസ് ചെയ്യാൻ പറ്റണം, എൻ്റെ ആവശ്യത്തിന് എല്ലാം ആ ഒരു വണ്ടിയിൽ പോകാനും പറ്റണം. ആ ഒരു രീതിയിൽ മാത്രമേ നമ്മൾ വണ്ടി ചൂസ് ചെയ്യാവൂ. അപ്പോൾ ഈ ഒരു മെയിൻ്റെനൻസിനെ 2 കാറ്റഗറി ആയിട്ട് മാറ്റും. ഒന്ന് പീരിയോഡിക് മെയിൻ്റെനൻസ്, അതിൽ ഇത് വിയർ ആൻഡ് ടിയർ പാർട്സ് കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യണം. മറ്റത് നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇടുന്ന പണികൾ. അപ്പോൾ ആദ്യം വിയർ ആൻഡ് ടിയർ ആൻഡ് പീരിയോഡിക് മെയിൻ്റെനൻസ് പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഈ പീരിയോഡിക് മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞ സംഭവം പെട്ടെന്ന് വരുന്നതല്ല. നമുക്ക് മുൻകൂട്ടി അറിയാം ഇത്ര കിലോമീറ്ററിൽ ഇങ്ങനെ സാധനങ്ങൾ മാറ്റണം. വണ്ടിയുടെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ 5000 കിലോമീറ്ററാണ് സർവീസ് വരുന്നത്. അപ്പോൾ അതെനിക്ക് മുൻകൂട്ടി അറിയാം 5000 കിലോമീറ്റർ ആകുമ്പോൾ സർവീസ് വരുമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഫണ്ട് ഞാൻ നേരത്തെ കുറച്ച് ശേഖരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 5000 കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഈ ഒരു വണ്ടി സർവീസ് ചെയ്യാൻ പറ്റും. അല്ലാതെ സർവീസിൻ്റെ അന്ന് പോയിട്ട് പൈസ എത്തിയാൽ നിന്ന് കഴിഞ്ഞാൽ വണ്ടി നമുക്ക് കയറ്റി വെക്കാൻ അല്ലാതെ വേറെ ഒരു വഴിയും കാണില്ല. അപ്പോൾ അങ്ങനെ ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ ഈ വിയർ ആൻഡ് ടിയർ പാർട്സിൽ വരുന്നതാണ് ടയർ, ചെയിൻ സ്പ്രോക്കറ്റ്, ബ്രേക്ക് പേഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ എൻ്റെ ഈ ഒരു വണ്ടിയുടെ ഒരു ടയർ കണ്ടാൽ എനിക്കറിയാൻ പറ്റും ഇത് കൂടിപ്പോൾ 1000, 1500, 2000 കിലോമീറ്റർ മാത്രമേ ഈ ഒരു ടയർ ഓടത്തുള്ളൂ. ഞാൻ പറഞ്ഞത് ഈ ഒരു വണ്ടി നൂലൊന്നും കാണുന്ന രീതിയിൽ ഓടുന്നതല്ല. ഇതിനൊരു ട്രെഡ് വെയർ ഇൻഡിക്കേറ്റർ ഉണ്ട്, അത് കാണുന്നതായിരിക്കും. സൈഡിൽ നിന്നൊക്കെ നോക്കിയാൽ ഗ്രിപ്പൊക്കെ കാണും, എങ്കിലും ട്രെഡ് വെയർ ഇൻഡിക്കേറ്റർ എത്തുമെങ്കിലും മാറണം. അതേപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ സർവീസ് ഒരു 1500 അല്ല ഒരു 1000 കിലോമീറ്റർ കഴിയുമ്പോൾ സർവീസ് ആവും. അപ്പോൾ ഇതൊന്നും പെട്ടെന്ന് വരുന്നൊരു കാര്യമില്ല. എനിക്ക് ഇന്നേ അറിയാൻ പറ്റും ഇതിൻ്റെ ഒരു ടയർ മാറാൻ വേണ്ടി എനിക്ക് 4000 രൂപ ആവും. ഒരു 1000-1500 കിലോമീറ്റർ മാത്രമേ ഈ ഒരു വണ്ടി ഇനി ഈ ടയർ ഓടുമെന്ന്. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇപ്പോഴേ കുറച്ചായിട്ട് ഫണ്ട് ശേഖരിച്ച് തുടങ്ങാം. ഇപ്പോൾ എനിക്ക് കുറച്ചുകൂടെ സാവകാശം വേണമെങ്കിൽ ഞാൻ വണ്ടിയുടെ ഓട്ടം കുറച്ച് കഴിഞ്ഞാൽ മാത്രം മതി. ഇപ്പം തന്നെ ഇപ്പം എനിക്ക് കുറച്ച് ഈ ഒരു ടയറും ഓയിലൂടെ തന്നെ എനിക്കൊരു 10,000-6,000 രൂപ ആവും. ഞാൻ നല്ല രീതിക്കുള്ള മോട്ടോറിൻ്റെ ഈ ഒരു ഫുൾ ലിഫ്റ്റിൻ്റെ ഓയിലും കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഓട്ടം ഞാൻ മാക്സിമം അല്ല ഞാൻ കുറച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്തൊക്കെ പോകാനൊക്കെ ഞാൻ ഇപ്പോൾ നടന്നൊക്കെയാണ് പോകുന്നത്. അത് കാണുമ്പോൾ കുറച്ച് ദൂരം ഉള്ളെങ്കിലും ഒരു 4 പ്രാവശ്യം പോകുമ്പോൾ തന്നെ കുറച്ചധികം കിലോമീറ്റർ ആവും. ഇപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ സാവകാശം വേണമെങ്കിൽ കുറച്ചുകൂടെ വണ്ടിയുടെ ഓട്ടം കുറച്ചാൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു രീതി ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അത്യാവശ്യം വണ്ടി എടുത്തുകൊണ്ട് പോകാനും പറ്റും, വണ്ടി എടുക്കേണ്ട സാവകാശം കിട്ടും. അല്ലാതെ സമയമാകുമ്പോഴത്തേക്ക് ഫണ്ട് സെറ്റ് ചെയ്യാന്ന് കഴിഞ്ഞാൽ വണ്ടി കയറി ഇരിപ്പാവും. അപ്പോൾ വേറൊരു വണ്ടി ഇല്ലെങ്കിൽ എവിടെയും പോകാൻ പറ്റാത്ത രീതിയിലോട്ട് നിങ്ങൾ പോവും. അപ്പോൾ ഇതാണ് വിയർ ആൻഡ് ടിയർ പാർട്ടിൽ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള മെയിൻ്റനൻസിന് ഞാൻ ഫണ്ട് കണ്ടെത്തുന്നത് ഈ ഒരു രീതിയിലാണ്. പിന്നെ വേറൊരു പണിയുണ്ട്, നമുക്ക് അൺഎക്സ്പെക്റ്റഡായിട്ട് ഇടുന്ന പണികളിൽ. അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും കുറച്ച് സേവിങ്സ്. ഇപ്പോൾ എൻ്റെ ഒരു വണ്ടിക്കാണെങ്കിൽ ഒരു 4,000-5,000 രൂപ മാത്രം സേവിങ്സിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. അത് ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ ഇടണം. ആ ഒരു സേവിങ്സിൻ്റെ പൈസ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ കൊണ്ടിടണം. പിന്നെ ഈ ഒരു അക്കൗണ്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതിൽ ഗൂഗിൾ പേയോ ഫോൺ പേയോ ഉള്ള അക്കൗണ്ട് വരുന്നില്ല. ഏറ്റവും ബെസ്റ്റ് ക്രെഡിറ്റ് കാർഡ് പോലും ഇല്ലാത്ത ഏതെങ്കിലും അക്കൗണ്ട് വേണം കൊണ്ടിടണം. ഞാൻ ചെയ്യുന്ന ഒരു സൊസൈറ്റിയിലുള്ള കൊണ്ടിടുന്നത്, അതാകുമ്പോഴത്തേക്ക് അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവിടെ തന്നെ കിടന്നോളും. ഈ ഗൂഗിൾ പേയിൽ ഉള്ള അക്കൗണ്ടിൽ പൈസ കൊണ്ട് സേവിങ്സിനായിട്ട് ഇടുന്നതും കീറിയ പോക്കറ്റിൽ നാണയങ്ങൾ ഇടുന്നതും ഒരേപോലെയാണ്, അത് നിൽക്കില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ 5,000 രൂപയ്ക്ക് സേവിങ്സ് ഇട്ട് കഴിഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡായിട്ട് കിട്ടുന്ന പണികളെയും പേടിക്കേണ്ട ആവശ്യം ഒട്ടും തന്നെ വരുന്നില്ല. കാരണം പണി വന്നാലും ആ ഒരു പൈസ അവിടെ നിന്ന് എടുക്കുക, നമ്മൾ പണിയുക. പിന്നെ സാവകാശം നമ്മൾ കുറച്ച് ഫണ്ട് ആ ഒരു അക്കൗണ്ടിലോട്ട് ഇടുക എന്ന് മാത്രമാണ് ചെയ്യേണ്ടത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പണികൾ മിക്കുള്ള വണ്ടിക്കും വരും. പ്രത്യേകിച്ച് അതൊരു യൂസ്ഡ് ബൈക്ക് കൂടിയാണെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പണികൾ എപ്പോൾ വേണം വരാം. എന്ന് വെച്ചാൽ എന്ത് പറയാം, എന്തെങ്കിലുമൊക്കെ പണികൾ വരാം. ഇപ്പം എനിക്ക് കുറച്ച് കാലമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പണികളൊന്നും കിട്ടുന്നില്ല. അതിപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തെ എന്തെങ്കിലും പണി വരും. ഫോർ എക്സാമ്പിൾ ടയർ വല്ലതും പൊട്ടുന്നത്, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് മോട്ടർ അടിച്ചു പോകുന്നത്, റിലേ അടിച്ചു പോകുന്നത്, പിന്നെ ഇലക്ട്രോണിക് എന്തെങ്കിലും സാധനം അടിച്ചു പോകുന്നത്, അങ്ങനത്തെ പണിയൊക്കെയാണ് ഈ ഒരു അൺഎക്സ്പെക്റ്റഡ് പണികളെന്ന് പറഞ്ഞ് വന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ വണ്ടിയിലുള്ള മൈനറായിട്ടുള്ള ആക്സിഡൻറ്റുകളും അൺഎക്സ്പെക്റ്റഡ് പണിയായിട്ട് തന്നെ വരും. ഇപ്പോൾ എൻ്റെ വണ്ടി കയ്യിൽ നിന്ന് വീണു, ഈ ഒരു സൈഡൊക്കെ പൊട്ടിയെങ്കിൽ അതും ഞാൻ ഒരു അൺഎക്സ്പെക്റ്റഡ് പണി എന്നൊരു കാറ്റഗറി തന്നെ കൂട്ടിയിട്ടുണ്ട്. പിന്നെ മോഡിഫിക്കേഷൻസ് വേറൊരു ചിലവാണ്. അതുകൂടെ ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞുതരാം. വണ്ടിയുടെ കാര്യത്തിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഒരു ചെറിയ പണിയിൽ തുടങ്ങിയത് വലിയ പണികളിലോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ മെയിൻ്റെനൻസിന് നല്ല രീതിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഈ ഒരു ഫോർക്ക് സീൽ ഇതിപ്പോൾ ബൂട്ടിട്ടേക്കാണ്, ലീക്കാവും. അപ്പോൾ ലീക്കാകുമ്പോൾ അതങ്ങനെ തന്നെ പണിയാതെ വെച്ച് ഓടിക്കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് മണ്ണൊക്കെ വന്ന് പറ്റിയിരുന്ന് ഇതിങ്ങനെ ആയി ഈ ഒരു ഇന്നർ ട്യൂബൊക്കെ സ്ക്രാച്ച് ആവും. പിന്നെ ഇതിൻ്റെ ഇരട്ടി പൈസ. അതേപോലെയാണ് എൻജിൻ ഓയിൽ ഇന്ന് മാറാം നാളെ മാറാമെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓടി ഒരു 10,000-2,000 കിലോമീറ്ററൊക്കെ എക്സ്ട്രാ ഓടും. അപ്പോഴത്തേക്ക് എൻജിൻ്റെ കാര്യം തീരുമാനമാവും. ഒരു 1,300 രൂപയ്ക്ക് നല്ല ഓയിൽ കിട്ടി മാറേണ്ട സമയത്ത് നിങ്ങൾ 10,000-12,000 രൂപ എൻജിന് ചിലവാക്കേണ്ടി വരും. അപ്പോൾ മെയിൻ്റെനൻസ് വലിയൊരു ഘടകമാണിതിൽ. അതേപോലെ തന്നെ ഈ ഒരു ചെയിൻ സ്പ്രോക്കറ്റൊക്കെ തന്നെ വലിയ രീതിക്ക് ക്ലീനും ലൂബും ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിക്ക് ലാസ്റ്റ് ചെയ്യും. പിന്നെ ടയറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ ഉറപ്പായിട്ടും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ എയർ പ്രഷർ ചെക്ക് ചെയ്യണം. പ്രഷർ ചെക്ക് ചെയ്യുന്ന സമയത്ത് 2-3 PSI മാത്രമേ വ്യത്യാസം കാണൂ. എങ്കിലും അത് ഫില്ല് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ടയർ ലൈഫ് നല്ല രീതിക്ക് കൂടുതലായിട്ടും. അതേപോലെ തന്നെ വണ്ടിയിൽ പീരിയോഡിക് സർവീസുകളൊന്നും പെൻഡിങ് ഇടായിരിക്കുക. പിന്നെ ചിലവന്മാരൊക്കെ പറയും വണ്ടിയുടെ കംപ്ലൈൻറ്റുകൾ മൊത്തത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ലെന്ന്. അതൊക്കെ ചുമ്മയാണ്. ഞാൻ വണ്ടിയുടെ സമയത്തും പറയായിരുന്നു വണ്ടി എന്തെങ്കിലുമൊക്കെ ചെറിയ പണികൾ ഇട്ടേക്കണമെന്ന്. ആ ഒരു ചെറിയ പണി ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് വലുതായിട്ട് വലിയ പണികളിലോട്ട് നിങ്ങളെ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് വണ്ടിയിൽ മാക്സിമം പണികളൊന്നും പെൻഡിങ് വെക്കാതിരിക്കുക. പണികൾ അപ്പം തീർത്ത് പോവുക. അല്ലെങ്കിൽ എല്ലാം കൂടെ ഒത്തു പണിയാന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒരു പണിയും നടക്കാൻ വേണ്ടി പോകുന്നില്ല. പിന്നെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡിഫിക്കേഷൻസ് ആണ്. അപ്പോൾ ഇതിൽ അത്യാവശ്യം മോഡിഫിക്കേഷൻസൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾ വീഡിയോ കണ്ട് അറിയാൻ പറ്റും. പക്ഷേ ഈ മോഡിഫിക്കേഷനൊക്കെ പലവരും പല രീതിക്കുള്ള റേറ്റാണ് നിങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത്. ഇപ്പോൾ ചിലവന്മാർ 70 രൂപ സാധനത്തിന് നിങ്ങളെന്ന് 250 മാറ്റാം, 350 മാറ്റാം. അങ്ങനെ കുറച്ച് അവസ്ഥകളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെ നിങ്ങൾ കൂട്ടിക്കോ, എനിക്കല്ല. അപ്പോൾ പലവരും പല റേറ്റായിരിക്കും മോഡിഫിക്കേഷൻ പറയുന്നത്. കേട്ട ഉടനെ പോയി ചെയ്യാതിരിക്കുക. കുറച്ച് സ്ഥലത്തൊക്കെ തിരക്കി ഏറ്റവും അഫോർഡബിളായിട്ട് നീറ്റായിട്ട് ചെയ്യുന്ന സ്ഥലത്ത് മാത്രം ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു കണ്ട് വാങ്ങിക്കാൻ പോകണം മിക്കുള്ള പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ആവശ്യമില്ല. അവർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് നിങ്ങളെ കൊണ്ട് ആ ഒരു സാധനം വാങ്ങിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ മാക്സിമം ഒരു സാധനം കണ്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വയ്ക്കുക. അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് വയ്ക്കുക. അപ്പോൾ അതിലൊന്നും എതിരൊന്നും പറയുന്നില്ല. ഫോർ എക്സാമ്പിൾ ഈ ഒരു ബൈക്കിൻ്റെയൊക്കെ തന്നെ ബാറ്ററി ചാർജറൊക്കെ ഇപ്പോൾ അഡീഷണലായിട്ട് ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യം നിങ്ങൾക്ക് തന്നെ വരുന്നതേ ഇല്ല. പിന്നെ അത്യാവശ്യം മെയിൻ്റനൻസ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് അത്യാവശ്യം പണിയാനൊക്കെ പഠിക്കുക. ഞാൻ കുറച്ചായിട്ട് വണ്ടി പണിയാൻ പഠിച്ച് ഇപ്പോൾ ആൾമോസ്റ്റ് വണ്ടി പണിയേണ്ട എല്ലാ ടൂൾസും എൻ്റെ ഉണ്ട്.
പിന്നെ വണ്ടി എവിടെയെങ്കിലും പെട്ടുപോയി തന്നെ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഒരു കസ്റ്റമായിട്ടും ഇതിൻ്റെ ടൂൾ കിറ്റിന് ആഡ് ചെയ്തൊരു ടൂൾ കിറ്റ് ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വണ്ടി എവിടെയെങ്കിലും പെട്ടാലും ഞാൻ എങ്ങനെയായാലും വീടെത്തും. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കണ്ടാൽ കുറച്ച് ടൂൾസ് ഉള്ളതെന്ന് വിചാരിച്ചാലും പവർ ടൂൾസ് വലിച്ച് ഈ വണ്ടി പണിയുടെ ആൾമോസ്റ്റ് എല്ലാ ടൂൾസും എൻ്റെ ഇരിപ്പുണ്ട്. പിന്നെ കുറച്ച് ടൂൾസിൻ്റെ ഒന്നും ആവശ്യം നിങ്ങൾക്ക് വേണമെന്നില്ല. കാരണം ഈ ഒരു കോൺസെപ്റ്റ് ചേഞ്ച് ചെയ്യുന്നത്, സ്പ്രോക്കറ്റ് ചേഞ്ച് ചെയ്യുന്നത്, അതൊക്കെ വർഷത്തിലൊരിക്കോ രണ്ട്. പിന്നെ ഈ ഒരു ടയർ മാറുന്നത്, അപ്പോൾ ഇങ്ങനെയുള്ള പണികളൊന്നും മാക്സിമം കൈയടത്തായിരിക്കുക. കാരണം അവിടെയൊക്കെ ഒരു പ്രൊഫഷണലിൻ്റെ ടച്ച് എന്തായാലും വേണം, അല്ലെങ്കിൽ ഇരട്ടി പണികളായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത പണികൾ ഉറപ്പായിട്ടും വണ്ടിയിൽ ചെയ്യാതിരിക്കുക, ഇരട്ടി പണിയാവും. പിന്നെ ഈ ഒരു ജസ്റ്റ് ഒരു നമ്മൾ ചെറിയ ചെറിയ പണികളിൽ നിന്ന് തുടങ്ങി ചെയ്ത് വലിയ വലിയ പണികളിലോട്ട് എത്തണം. ആദ്യമേ വലിയ വലിയ പണികളിൽ കയറി പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെക്കാട്ടി വലിയ പണികളിലോട്ട് നിങ്ങൾ ഈ ഒരു വണ്ടീനെ കൊണ്ട് എത്തിക്കുക. നമുക്ക് വണ്ടി കുറച്ചടുത്ത് വെളിയിലോട്ട് വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെയായിട്ട് എൻ്റെ അനിയൻ്റെ യൂണിക്കോൺ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് മുമ്പ് ഒരു ഓയിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി എൻ്റെ കൂടെ വന്നതാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു വണ്ടിയുടെ ട്രെയിൻ ബോൾട്ടിൻ്റെ സൈസ് 12 mm റിംഗ് ആണ്. അപ്പോൾ അതെൻ്റെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ സാധാ സ്പാനറ്റ് പിടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ത്രെഡ് പോവും. അതുകൊണ്ട് നമ്മൾ ആ ഒരു പണി ചെയ്യുന്നില്ല. നമുക്കിനി വണ്ടി ഞാൻ കുറച്ച് വെളിയിലോട്ട് എടുത്ത് വെച്ചിട്ട് അവിടെ ഇരുന്ന് ബാക്കി സംസാരിക്കാം. ഈ പറഞ്ഞ ഐഡിയ ഒക്കെ എന്തുമാത്രം പ്രാക്ടിക്കലി പോസിബിൾ ആണെന്ന് ചോദിച്ചാൽ എനിക്ക് നിങ്ങൾക്ക് ഉത്തരം ഈ ഒരു വണ്ടിയായിട്ട് കാണിക്കാൻ മാത്രമേ പറ്റൂ. അപ്പോൾ ആ ഒരു രീതിയിൽ ഇത്ര നാളായിട്ട് പണിത് കൊണ്ട് നടന്നൊരു പണിതും മെയിൻറ്റെയിൻ ചെയ്തും കൊണ്ടുവന്നൊരു വണ്ടിയാണ് എൻ്റെ ഒരു BS3 പൾസർ AF 2016 മോഡലാണ്. ഇപ്പോൾ ഇതിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പണികളൊന്നുമില്ല, ജസ്റ്റ് പീരിയോഡിക് ആയിട്ടുള്ള പണികൾ മാത്രമേ കിട്ടുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ ടയർ മാറണം, അതുപോലെ എനിക്ക് ഇതിൻ്റെ ഓയിലൂടെ ചേഞ്ച് ചെയ്യണം, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് മേടിച്ച് നിങ്ങൾ വണ്ടി എടുക്കാൻ നിൽക്കുന്ന ഫ്രണ്ട്സ്, അല്ലെങ്കിൽ എടുത്തിട്ട് മെയിൻ്റെനൻസ് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. നിങ്ങൾക്ക് എന്ത് ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ കൂടെ കമൻസിൽ കൂടെ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.